നമസ്തേ. വൃന്ദാവൻ ബാലഗോകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച മകരച്ചൊവ്വയായി ആഘോഷിക്കുന്നു. ഭദ്രകാളി ഉപാസനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. സാധാരണ ദിവസത്തേക്കാൾ ഭദ്രകാളിക്ക് ശക്തി കൂടുന്ന ദിവസമായതിനാൽ പ്രാർത്ഥനയ്ക്ക് വേഗം ഫലം ലഭിക്കുന്നതാണ്. മകരച്ചൊവ്വയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും നമുക്കൊന്ന് അറിയാം. ചൊവ്വയുടെ ഉച്ചക്ഷേത്രമാണ് മകരം, അതായത് ചൊവ്വ ബലവാനാകുന്ന രാശി. അതുകൊണ്ട് പ്രത്യേകിച്ചും മകരമാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച കേരളീയർ ആചരിക്കുന്നു. ചൊവ്വയുടെ അതിദേവതകൾ സുബ്രഹ്മണ്യസ്വാമിയും ഭദ്രകാളിയുമാണ്. യുഗ്മരാശി ഭദ്രകാളിയെയും ഓജരാശി സുബ്രഹ്മണ്യനെയും ചൊവ്വയാൽ ചിന്തിക്കപ്പെടുന്നു. യുഗ്മരാശിയായ മകരം ഭദ്രകാളിക്ക് പ്രാധാന്യമുള്ള കാലം. കേരളത്തിലും ബംഗാളിലും ശിവപുത്രിയും ദാരികൻ്റെ നാശിനിയുമായ കാളിയെയും മറ്റു ചിലയിടത്ത് ഗൗരിയുടെ അംശമായ പാർവതിയെ തന്നെ കാളിയായും ആരാധിക്കുന്നു. പ്രാചീന കാലം മുതൽ തന്നെ കേരളത്തിലാകമാനം കാവുകളിൽ വരദേവതയായും കുലദേവതയായും ആദിചാര മാര രോഗ ദാരിദ്ര്യനാശനത്തിനും ദേശസംരക്ഷണത്തിനുമായി കാവിലമ്മയായി ആരാധിച്ചിരുന്ന അമ്മ ദൈവസങ്കല്പമാണ് കാളി. കാളിയും സരസ്വതിയും ഒന്നു തന്നെയാണ്. ദശമഹാവിദ്യകളിൽപ്പെട്ട മന്ത്രമൂർത്തിയാണ് കാളീദേവി. കവി തിലകനായ കാളിദാസൻ്റെ കഥയും കൊടുങ്ങല്ലൂരമ്മയുടെ ദാസനായ കൊടുങ്ങല്ലൂർ തമ്പുരാൻ്റെ പാണ്ഡിത്യവും കാളീദേവി സരസ്വതി തന്നെ എന്നതിന് തെളിവ്. ഭദ്രം കരോതി ഇതി ഭദ്രകാളി. മംഗളത്തെ ചൊല്ലുന്ന മംഗളസ്വരൂപിണിയാണ് കാളിയമ്മ. ജാതകപ്രകാരം ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം എന്നിവയിൽ ചൊവ്വ നിൽക്കുന്നവർ നിത്യവും പ്രത്യേകിച്ച് ചൊവ്വാദശ കാലത്തും ഭദ്രകാളിയെ ഭജിക്കണം. മകരച്ചൊവ്വയ്ക്ക് ഭദ്രകാളി ക്ഷേത്രദർശനം, അതിമധുര പായസം നിവേദ്യം ഇവ നടത്തുന്നത് ചൊവ്വാദോഷത്തിന് പരിഹാരമാണ്. ചൊവ്വ ലഗ്നം 4, 5, 9 ഇവകളിലുള്ളവർ സൗമ്യ മൂർത്തിയായ ഭദ്രകാളിയെ ഭജിക്കുന്നത് ഉത്തമം. 2, 7, 10, 11 ഇവകളിൽ ചൊവ്വ നിൽക്കുന്നവർ സുമുഖി കാളി അല്ലെങ്കിൽ അഞ്ജനജല നിധ എന്ന ധ്യാനത്തിലുള്ള ഭഗവതിയെ ഭജിക്കുന്നത് നന്നായിരിക്കും. 3, 6, 8 ഇവയിലുള്ളവർ കൊടുങ്കാളി, കരിങ്കാളി, കാളിമേഘ സമാപ്രഭ ഇത്യാദികളെയും തമോഗുണത്യാഗമുള്ള പ്രതിഷ്ഠാമൂർത്തികളെയും ഭജിക്കുന്നത് ഉത്തമം. എന്നാൽ ഏതു തരക്കാർക്കും പൊതുവായി കാളിമേഘ സമപ്രഭാം എന്ന ധ്യാനസങ്കല്പ പ്രതിഷ്ഠയെ ആരാധിക്കാം എന്നും പറയുന്നു. ഇതിലുള്ള ബുദ്ധിമുട്ട് കണ്ട് പരിഭ്രമിക്കേണ്ടതില്ല. തികഞ്ഞ ഭക്തിവിശ്വാസത്തോടെ സൗകര്യമുള്ള ഭദ്രകാളിയെ ആരാധിച്ചാലും മതി. മകരത്തിലെ ആദ്യ ചൊവ്വാഴ്ച കാർത്തിക, ഉത്രം, ഉത്രാടം, അശ്വതി, മകം, മൂലം, പൂയം, അനിഴം, ഉത്രട്ടാതി ഇവർക്ക് ചൊവ്വ അശുഭകരമാണ്. ഇവർ നിത്യേന ഭദ്രകാളിയെ ഭജനം ചെയ്താൽ അത്യുത്തമം. ഈ ചെറിയ ഒരു അറിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമസ്തേ.